നമ്മളിൽ പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു. കുറച്ചു നാൾ മുമ്പാണ് ബോഡി ഷേമിൽ ഉൾപ്പെട്ട് കറുപ്പ് നിറത്തിന്റെ പേരിൽ ഒരു കലാകാരൻ വിവാദങ്ങളിൽ ഉൾപ്പെട്ടത്. ഇപ്പോൾ അതേ സ്ഥലത്ത് അതേ വിവാദങ്ങളിൽ ഉൾപ്പെട്ട് വേറൊരു സ്ത്രീയാണ്. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാല് പുരുഷ, സ്ത്രീ, കുഞ്ഞ് ഒരു വ്യത്യാസമില്ലാതെ, ജാതി, മതം, പൊളിറ്റിക്സ് ഒരു വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ബോഡി ഷേമിങ്ങിന്റെ ഇരകളാണ്. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അല്ല സാധാരണക്കാരായിക്കോട്ടെ, മുനയുള്ള ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ അത് പ്രയോഗിക്കുമ്പോഴാണ് നമ്മുടെ സംസാരത്തിൽ അലോസരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ആളുകളെക്കാളും എന്തുകൊണ്ടും പ്രസക്തി കൂടുതലാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന സംസാരത്തിന്. സംസാരം നന്നായാൽ സമാധാനവും, സംസാരം തെറ്റിയാൽ കലാപവും. കുറെ പേർ അതിനോട് പ്രതികരിക്കുന്നു, കുറെ പേർ അത് മനസ്സിലേക്ക് എടുക്കുന്നു. രണ്ടായാലും വേദന തന്നെയാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ, നമ്മൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന്. ഈസ് ഇറ്റ് ട്രൂ ഓർ നോട്ട്? അതായത് കുറച്ച് മസാല ഓക്കെ, പക്ഷേ ടു മച്ച് മസാല ഇനിയ സംസാരം അത് എപ്പോഴും റിലേഷൻഷിപ്പിൽ പൊട്ടലും ചിറ്റലും ചൊറിച്ചിലും എല്ലാം ഉണ്ടാക്കാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. രണ്ടാമതായിട്ട് നമ്മുടെ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഈസ് ഇറ്റ് നെസസറി. അത് നമുക്ക് അവിടെ പറയേണ്ട കാര്യമുണ്ട്. അതായത് പണ്ട് നമ്മുടെ കാരണന്മാര് നമ്മളോട് എപ്പോഴും പറയും ആളും തരവും നോക്കി സംസാരിക്കാനായിട്ട്. അതായത് ഞാൻ എപ്പോൾ, എന്ത്, എവിടെ, എങ്ങനെ, ആരോട് പറയുന്നു എന്നുള്ളൊരു ചെറിയൊരു ഗ്രാഹ്യം നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈസ് ഇറ്റ് ഇൻസ്പയറിംഗ് ഓർ ഈസ് ഇറ്റ് മോട്ടിവേറ്റിംഗ്? ഒരാളെ അയാളുടെ കുറവുകൾ മാത്രം കണ്ട് അടിച്ചു താത്താതെ അയാളുടെ കുറച്ചെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ കണ്ട് അവരെ നമ്മളെ കൊണ്ട് ആവുന്ന വിധം പൊക്കിക്കൊണ്ടുവരാൻ നോക്കുക. അതായത് ബി എ റീസൺ ഫോർ സമൺസ് ഹാപ്പിനെസ്, ബി കൈൻഡ് വെൻ യു ടോക്ക്. അതായത് നമ്മുടെ സഹജീവികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു ബേസിക് മനുഷ്യത്വം. അപ്പോൾ നമ്മൾ ഒരാളോട് ഒരു പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും പബ്ലിക് ആയിട്ടാണെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് പ്രൊസീഡ്. അതായത് നമ്മൾ സംസാരിക്കുന്നതിന് കുറച്ചു നേരം മുമ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് തിങ്ക് ചെയ്യുക, ഞാൻ ആരോടാണ്, എപ്പോഴാണ്, എവിടെയാണ് സംസാരിക്കുന്നത്. ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഈ പുതുവർഷത്തിൽ നല്ല സംസാരം പറയുവാനും നല്ല സംസാരം കേൾക്കുവാനും നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. എല്ലാവർക്കും ശുഭദിനം.